തിരുഹൃദയത്തിൻ മുൻപിൽ. സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആരിൽ നിന്നാണ് ദേവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത്? ഐശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാണോ? തീർച്ചയായുമല്ല. ശ്രേഷ്ഠ കുലജാതിയെങ്കിലും ലോകദൃഷ്ട്യ അപ്രസിദ്ധിയും ദരിദ്രയുമായ ഒരു കന്യകയാണ് അവിടുത്തെ മാതാവ്. അതുപോലെ തന്നെ കാവൽ പിതാവായി തിരഞ്ഞെടുത്തത് സാധാരണ ഒരു തച്ചനായ യോസേപ്പ് പിതാവിനെയും. പരിശുദ്ധ അരുവിയുടെ പവിത്ര ദാനങ്ങളാൽ പരിശുദ്ധ അമ്മ അലങ്കൃതയാണ്. മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നു. ഈശോയുടെ ജനനസ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. തീർത്തും നിസാരവും വൃത്തിശൂന്യവുമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു. മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നു വീണത്. 30 വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അധ്വാനം ചെയ്താണ് ജീവിതത്തിന് ആവശ്യമായി ഈശോ സമ്പാദിച്ചത്. വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടുന്ന് ആദ്യമായി ഉപദേശിച്ചത് തന്നെ ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടുന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ വിശുഹായുടെ ദാരിദ്ര്യത്തിൻ്റെ അഗാധത അറിയണമെങ്കിൽ ഗാഗുൽത്താമലയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. 3 ആണികളാൽ നിർമ്മിതമാണ് അവിടുത്തെ സിംഹാസനം. ദാഹത്താൽ വലഞ്ഞും നഗ്നനായും സഹായിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിതൃപ്തനായും അവിടുന്ന് നമുക്ക് ദൃശ്യമാകും. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ ത്യാഗത്തിൻ്റെയും ബലിവേദിയാണ് ഗാഗുൽത്ത. സൃഷ്ടാവിൻ്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തണം. കുരിശിൻ്റെ മഹാഘോഷത്വത്തെക്കുറിച്ച് ധ്യാനിക്കണം. ശിവസ്നേഹം നിറഞ്ഞവരെ, ഈ ക്രിസ്തുമസ് നമ്മൾ ഒരുങ്ങുമ്പോൾ നൈമിഷികമായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവ്വം വിട്ടുമാറി നിത്യമായി അന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing